والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, എൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കൾ, ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം സമസ്ത നൂറിൻ്റെ നിറവിൽ. എന്തായിരുന്നു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിറവിക്ക് കാരണമെന്ന് അറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിലൂടെ ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമെത്തിയ പ്രദേശമാണ് നമ്മുടെ കേരളം. ശേഷം 800 വർഷങ്ങൾ അല്ലലേതുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടു കൂടി, സമാധാനത്തോടു കൂടി മുസ്ലിം ജനത കേരളത്തിൽ ജീവിച്ചു വന്നു. ആ ഇടത്താണ് ഹജ്ജ് തീർത്ഥാടകരെ പോലും കടലിന്റെ ആഴത്തിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പര്യായമായ പോർച്ചുഗീസ് നാവികസേനൻ വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങി. പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങൾ അന്തിക്കിരിയാക്കിയപ്പോഴും, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോഴും അന്തിയില്ലാ സമരവുമായി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ബ്രിട്ടീഷുകാരുടെ ചെയ്തി നാറുന്ന പതാക ഭരണം മണ്ണിൽ നിന്ന് വെളിച്ച് ചീന്തിക്കളയാൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളിലൂടെയെല്ലാം മുസ്ലിങ്ങൾക്ക് തന്റെ നേതൃത്വത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയായിരുന്നു. ഇതും സന്ദർഭം മാനമൗലികതകളെ പരിഹസിച്ചുകൊണ്ട്, പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആചാരങ്ങളെത്തലും അനാചാരങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരം സമ്മാനിച്ച മുറിപ്പാട്ടുകളിൽ മുളകുപൊട്ടി വിതറി ഐക്യസംഘം എന്ന പേരിൽ ബിദ്അത്തുകാർ കേരളത്തിൽ കടന്നു വന്നു. ബിദ്അത്തുകാരുടെ വലയിൽ നിന്ന്, കള്ളത്തൊലീക്കുകളുടെയും വലയിൽ നിന്ന് കള്ളത്തോഴി തന്റെ കുഞ്ഞുങ്ങളെ കഞ്ഞി തൊഴിക്കുന്നത് പോലെ മുസ്ലിം ജനത തന്റെ ഉമ്മത്തുകളെയും സൂക്ഷിച്ചുകൊണ്ടിരുന്നു. 1951 സമസ്തയുടെ തങ്കലിപികളാൽ എഴുതപ്പെട്ട വർഷമായിരുന്നു. ഈ വർഷത്തിൽ തന്നെയാണ് സമസ്ത മത വിദ്യാഭ്യാസ മതബോർഡ് രൂപീകരിച്ചത്. മതപഠനത്തിൽ മാത്രമായിരുന്നില്ല ഇസ്ലാമിന്റെ ശ്രദ്ധ. വഴിപിഴച്ചു പോയവരുടെ വഴി കാട്ടാൻ ദേവാവിങ്കും എവിടെയോ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ ട്രസ്റ്റും ഫ്രണ്ടും കളം നിറഞ്ഞു നിൽക്കുകയാണ്. കാലവർഷം പേമാരിയായി പെയ്തപ്പോൾ, കാലവർഷം കനീർമലയായി പെയ്തപ്പോൾ, കൊറോണ മഹാമാരി ലോകം വാഴ്ന്നപ്പോൾ, ആമിലാമിക്കായ എന്ന നീലപ്പടകൾ ചെയ്തു കൂട്ടിയ സൽക്രമങ്ങൾ ആർക്കാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുക? അത് സമസ്ത നൂറിന്റെ നിറവിലാണ്. സമസ്ത നൂറിന്റെ നിറവിൽ എത്തിയപ്പോൾ സമസ്ത നൂറിന്റെ മേനി തന്നെയാണ് വിളിച്ചു നിൽക്കുന്നത്. ഇന്നും വിശ്രമിക്കാൻ ആയിട്ടില്ല, നമുക്ക് അഭിമാനിക്കാം. വിശ്രമിക്കാനായിട്ടില്ല. സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ഇനിയും സഞ്ചരിക്കാൻ ബാക്കിയുണ്ട്. നാളെയുടെ സമസ്ത നേതാക്കൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന വാക്യത്തോടു കൂടി ഞാൻ ഇവിടെ നിർത്തട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.